ഓം ശാന്തി. ഞാൻ ആത്മാവ് ബാബയുടെ അതിപ്രിയനാണ്. ഞാൻ ബാബയെ മനസ്സുകൊണ്ട് ഓർമ്മിച്ചിരിക്കുകയാണ്. ബാബ് ദാദ എനിക്ക് ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ സൂക്ഷ്മവദനത്തിൽ ഒരു സുന്ദരമായ ദൃശ്യം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൽ ഒരു അലൗകികമായ ഒരു സരോവരത്തിൽ കമലപുഷ്പത്തിന് മുകളിൽ ബാബ് ദാദ ഇരിക്കുകയാണ്. ബാബയിൽ നിന്നും ദിവ്യശക്തിയുടെ തരംഗങ്ങൾ നാലുപാടും പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൂരെ ദൂരെ നിന്നും അനേകം പക്ഷികൾ നാലു വശത്ത് നിന്നും ബാബ് ദാദയുടെ അരികിലേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ് ദാദയുടെ സമീപത്ത് എത്തുന്നതിന് വേണ്ടി ആ പക്ഷികൾക്ക് ഒരു വഴിയിലൂടെ മാത്രമാണ് പോകേണ്ടത്. ആ വഴി വെളുത്ത പ്രകാശത്താൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായി ഞാൻ കാണുകയാണ്. എന്നാൽ പറന്ന് പറന്ന് പല പക്ഷികളും ആ വഴിയിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേവലം കുറച്ചു പക്ഷികൾ മാത്രമാണ് അവസാനം വരെ ആ വഴിയിലൂടെ എത്തിയത്. ലക്ഷ്യത്തിലെത്തിയുടൻ ആ പക്ഷികൾ ഒരു സുന്ദരമായ ഹംസത്തിൻ്റെ രൂപമായി തീർന്നു. ഇപ്പോൾ അവർ തൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദിവ്യ സരോവരത്തിൽ താമരയുടെ മധ്യത്തിൽ ബാബ് ദാദ ഇരിക്കുന്നു. ബാബയുടെ അടുത്ത് ദിവ്യ ഹംസങ്ങളും ഇരിക്കുന്നു. ഓരോരോ ഹംസത്തെയും ബാബ് ദാദ വളരെ സ്നേഹത്തോടെ തൻ്റെ അരിയിലേക്ക് കൊണ്ടുവരികയാണ്. വദനത്തിലെ ഈ ഹോളി ഹംസമണ്ഡലത്തിൻ്റെ സുന്ദരമായ ദൃശ്യത്തിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. ഞാൻ ആത്മാവ് ബാബ് ദാദയുടെ തിരഞ്ഞെടുക്കപ്പെട്ട കോടിയിൽ ചിലരിലും ചില ഹോളി ഹംസങ്ങളിൽ ഒരാളാണ് ഞാൻ. സംയമനത്തോടും ക്ഷമയോടുകൂടിയും ബാബയുടെ ആജ്ഞയാകുന്ന വഴിയിലൂടെ അവസാനം വരെ പോകുന്ന ഹോളി ഹംസമാണ് ഞാൻ. സദാ ജ്ഞാനരത്നങ്ങളെ മാത്രം കൊത്തിയെടുക്കുന്ന ഹോളി ഹംസമാണ് ഞാൻ. ഞാൻ ജ്ഞാനരത്നങ്ങളുടെ ഖജനാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സദാ ബാബയുടെ സമീപത്തിരിക്കുന്ന ഹോളി ഹംസമാണ് ഞാൻ. ഞാൻ സദാ സഹജമായി ബാബ് ദാദയുടെ ആജ്ഞ അനുസരിച്ച് നടക്കുന്ന ആത്മാവാണ് ഞാൻ. അച്ഛൻ്റെ രൂപത്തിലും ടീച്ചറിൻ്റെ രൂപത്തിലും സദ്ഗുരുവിൻ്റെ രൂപത്തിലും 3 രൂപത്തിലും ആജ്ഞകൾ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതനുസരിച്ച്
സദാ നടക്കുന്ന ഞാൻ നിശ്ചയബുദ്ധി, ആജ്ഞാകാരി ആത്മാവാണ്. ബാബയുടെ ശ്രീമതത്തിൽ തന്നെയാണ് എനിക്ക് സദാ ഉന്നതിയുള്ളത്, സുരക്ഷിതത്വമുള്ളത്. എനിക്ക് എന്ത് നടന്നാലും അത് നല്ലതിലും നല്ലതിനു മാത്രമാണ്. ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം പ്രഭുവിൻ്റെ സ്വത്താണ്. ഞാനെല്ലാം ബാബയുടെ മുന്നിൽ സമർപ്പണം ചെയ്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ എന്നതിന് ഇപ്പോൾ എന്നിൽ അതിനൊരു സ്ഥാനവുമില്ല. എല്ലാം ബാബയുടേതാണ്. എന്നെ രക്ഷിക്കുന്ന ആൾ സർവശക്തിവാൻ ബാബയാണ്. മനസ്സിൽ യുദ്ധം നടക്കുന്നതും വ്യാകുലപ്പെടുന്നതും വ്യർത്ഥസങ്കല്പം വരുന്നതും ദേഹാഭിമാനത്തിൽ വരുന്നതും എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്ന ആത്മാവാണ്. സർവരുടെയും ശുഭചിന്തകനാണ്. ഞാൻ പരമാത്മാവിൻ്റെ സദാ സമീപത്തും ആജ്ഞാകാരിയുമായ ആത്മാവാണ്. ശരീരം, മനസ്സ്, ധനം എന്നിവയെ സദാ പരിശോധിക്കുകയാണ് ഞാൻ. എൻ്റെ സങ്കല്പം, സമയം, ശ്വാസം വളരെ വിലപ്പെട്ടതാണ്. ഒരു സെക്കൻഡ് പോലും ഇതിനെ ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഈ ഖജനാക്കളെ സമ്പാദിക്കുന്നതിൽ പൂർണ്ണമായും ഞാൻ ശ്രദ്ധ കൊടുക്കുന്നു. എൻ്റെ ഉള്ളിൽ ശുഭഭാവനയുടെയും ദിവ്യശക്തികളുടെയും ഗുണങ്ങളുടെയും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്ത് ആർക്ക് എന്ത് ആവശ്യമാണോ ഉള്ളത് അത് ഞാൻ ദാതാവായി എല്ലാവർക്കും നൽകുകയാണ്. ഞാൻ മാസ്റ്റർ ദാതാവാണ്. യോഗത്തിൻ്റെ ശക്തിയിലൂടെ വായുമണ്ഡലത്തിലൂടെ സേവ ചെയ്യുന്ന ആത്മാവാണ് ഞാൻ. വിശ്വത്തിന് സഹയോഗം കൊടുക്കുന്ന ആത്മാവാണ് ഞാൻ. ഞാൻ ബാബയുടെ ആജ്ഞയനുസരിച്ച് നടക്കുന്ന സത്യമായ ഹൃദയത്തിലൂടെ സംതൃപ്തിപ്പെടുത്തുന്ന ആത്മാവാണ് ഞാൻ. ബാബയുടെ സമീപ ആത്മാവാണ് ഞാൻ. ഓം ശാന്തി.